പോകുന്നത് കട്ടൻസിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. നമുക്കൊന്ന് കട്ടൻസിൽ കയറി ലഞ്ച് കഴിച്ചാലോ? ആദ്യം ഭക്ഷണം, പിന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം പറയാം. ഇവിടെ വാഷ് ബേസിൻ പുറത്താണ്. മണ്ണ് കൊണ്ടുള്ള ഉരുളി ഒരു ടയറിൽ ഇറക്കി വെച്ച മോഡലാണ് ഇവിടുത്തെ വാഷ് ബേസിൻ. ചുമരും ഇരിപ്പിടം എല്ലാം മരം കൊണ്ടുള്ളതാണ് കേട്ടോ. കട്ടൻസിൻ്റെ ഉൾവശത്തുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പല നടന്മാരുടെയും കട്ടൗട്ടുകളുണ്ട്. അതുപോലെ തന്നെ അവർ ഡയലോഗ്സും എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ നടന്മാരും നടിമാരും അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ആ സാദൃശ്യമുള്ള കട്ടൗട്ടുകളാണ് ഇവിടെ കാണുന്നത്. ആ സിനിമകളെല്ലാം തന്നെ മലയാളികളുടെ മനസ്സിൽ അന്ന് ഇന്നും ഒരുപോലെ സ്ഥാനം പിടിച്ചിട്ടുള്ളവയാണ്. ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ടകളെല്ലാം കമത്തി വെച്ചിട്ടുള്ള ലൈറ്റിങ്സും ഉണ്ട്. രാത്രി ആയിരിക്കും കുറച്ചുകൂടി നല്ല വൈബെന്ന് എനിക്ക് തോന്നുന്നു. പൊറോട്ടയും ബീഫ് റോസ്റ്ററും ആവാമെന്ന് വിചാരിച്ചു. അതങ്ങനെ ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, ഒരു ആവറേജ്. ഫ്രണ്ടിൽ തന്നെ ടി വിയിൽ ഹിന്ദി പാട്ടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ബസ് തന്നെ അവരൊരു ടീ ഷോപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ബസ്സിൻ്റെ പാർട്സ് എല്ലാം തന്നെ അവർ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കട്ടൻസിലേക്കുള്ള ഒരു പ്രത്യേക ആകർഷണമാണ്. ഇവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബസ്സിൻ്റെ വീലാണ് ഇവിടെ ടീപ്പോയുടെ സ്റ്റാൻഡായിട്ട് ഉള്ളത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നമുക്ക് പുറത്തിരിക്കാനായിട്ട് ബസ്സിൻ്റെ സീറ്റുകൾ തന്നെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബസ്സിലിരിക്കുന്ന അതേ ഫീലിൽ തന്നെ നമുക്കിവിടെ സീറ്റുകളിൽ ഇരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി, പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ മൂക്കും കുത്തി വീണില്ല എന്നേ ഉള്ളൂ. അതുപോലെ ടയറുകൾ പല കളറുകൾ കൊടുത്തിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് കഴിക്കാൻ പാകത്തിന് പുറത്തവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ്സിൻ്റെയും ജ്യൂസിൻ്റെയും സ്പോട്ട് അടുത്തുണ്ട്. അപ്പോൾ കട്ടൻസിൻ്റെ ലൊക്കേഷൻ ചന്ദ്രനഗർ ശേഖരിപുരം ബൈപ്പാസിലാണ്. ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിന് സമീപത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.